ഒരു റാലിക്ക് എത്ര രൂപ വരെ മുടക്കാം, ഒരു റാലിയെ സംബന്ധിച്ച് എത്ര രൂപ ചിലവിടാം എന്ന നിലയ്ക്കൊരു വാർത്ത ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. മാതൃഭൂമി വാർത്തകൾ പേജിൽ അത് വളരെ വിശദമായി തന്നിരിക്കുന്നത് കാണുക. ഹുങ്കാർ റാലിക്ക് 100 കോടി ചിലവിട്ടു എന്നാണ് ആരോപണം. ഉറവിടം തേടി ആദായ നികുതി വകുപ്പ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേവലം ഒരു റാലിക്ക് വേണ്ടിയാണ് 100 കോടി രൂപ ചിലവഴിക്കുന്നത്. BJP പാറ്റ്നയിൽ നടത്തിയ ഹുങ്കാർ റാലി വിവാദത്തിലേക്ക് സമ്മേളനം വിജയിപ്പിക്കാൻ 100 കോടിയോളം രൂപ ചിലവിട്ടതായാണ് എതിരാളികൾ ആരോപിക്കുന്നത്. റാലിയിൽ 10 ലക്ഷം പേരെത്തുമെന്നാണ് BJP അവകാശപ്പെട്ടത്. ഒരു മാസമായി സംസ്ഥാനത്തെ ആകെ ആർഭാടപൂർവമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഇതിനായി നടത്തിയത്. റാലിക്ക് ആളെ എത്തിക്കാൻ 14 പ്രത്യേക ട്രെയിനുകൾ, 3000-ഓളം ബസ്സുകൾ, പാറ്റ്നയിൽ മാത്രം 1 ലക്ഷം ഫ്ലക്സുകൾ, ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ സജ്ജമാക്കിയ ഹൈടെക് വേദി, വലിയ LED സ്ക്രീനുകൾ, പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ ഡൽഹിയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനം അടക്കം 100 കോടി രൂപ പൊടി പൊടിച്ചിട്ടാണ് ഇന്നലെ 2 മണിക്കൂർ നീണ്ടുനിന്ന വലിയൊരു റാലിക്ക് BJP നിമിത്തമായത്. മറ്റൊരു കാര്യം കൂടി, പ്രചരണത്തിലെ പുതിയ രീതികളും പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രചാരണം കൊഴുപ്പിക്കാൻ മോദി വിലാസം ചായക്കട എന്ന ശീർഷകത്തിൽ പ്രത്യേക ബോക്സിൽ പ്രാധാന്യത്തോടെ മാതൃഭൂമി അത് കവർ ചെയ്യുമ്പോൾ ഏകദേശം വളരെ വിപുലമായി തന്നെ മാതൃഭൂമി അത് കവർ ചെയ്തിരിക്കുന്നു. മോദിയുടെ പേരിൽ മോദി വിലാസം ചായക്കട, മോദിയുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് മോദിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും അവിടെ ചായക്കച്ചവടം നടത്തി നിത്യവൃത്തിക്ക് അഷ്ടി തേടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത്രേ. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമോ ടീ സ്റ്റാൾ എന്ന നിലയ്ക്ക് ആയിരക്കണക്കിന് ടീ സ്റ്റാളുകൾ പാറ്റ്നയിൽ ഉയരുകയും അതൊക്കെ കിയോസ്കുകളാണ്, താൽക്കാലികമായി ഉണ്ടാക്കിയതല്ല, പൊടിച്ചു മാറ്റാവുന്നതാണെങ്കിലും ഉറപ്പുള്ളവയാണ്. അവ ആരെങ്കിലും ഏറ്റെടുത്ത് നടത്തുന്നെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെ അവർക്ക് നൽകാനും BJP തയ്യാറാണ്. ആ അർത്ഥത്തിൽ നമോ ടീ സ്റ്റാൾ അടക്കം 100 കോടി രൂപ മുടക്കി വലിയ ആർഭാടത്തോടെ സന്നാഹം ഒരുക്കിയ ഒരു ഹുങ്കാർ റാലിയുടെ ഒരു ആകാശ കാഴ്ചയും മാതൃഭൂമിയും തരുന്നു. ആ അർത്ഥത്തിൽ വലിയ ഒരു റാലിയിലേക്കാണ് 6 ബോംബുകൾ പൊട്ടിച്ചിതറുകയും അതിൽ 5 പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത്. മോദി നിതീഷ് കുമാറിനെ വിമർശിക്കാനാണ് കൂടുതൽ സമയവും അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിച്ചത്. നിതീഷ് അവസരവാദിയും പിന്നിൽ നിന്ന് കുത്തിയവനും എന്നാണ് മോഡിയുടെ നിരീക്ഷണം. തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് BJP സഖ്യം വിട്ട നിതീഷിനെ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ നടന്ന വൻ റാലിയിൽ അവസരവാദി എന്നാണ് നരേന്ദ്രമോദി വിളിച്ചത്. അവസരവാദിയായ നിതീഷ് കുമാർ ജയപ്രകാശ് നാരായണൻ്റെ JPയുടെ പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തിയയാളാണ് എന്ന് പറയുകയും JPയെ പിന്നിൽ നിന്ന് കുത്തിയ ഒരാൾക്ക് BJPയെയും പിന്നിൽ നിന്ന് കുത്താമല്ലോ എന്ന് പറയുകയും ചെയ്തു. എങ്കിലും നാം മനസ്സിലാക്കുന്നത് പോലെയാണെങ്കിൽ നിതീഷ് കുമാർ അല്ല സത്യത്തിൽ തിരിഞ്ഞു കുത്തിയത് എന്ന് പറയേണ്ടി വരും. കാരണം JPയുമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊന്നും മോഡിക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും അത് ലഭിച്ച ചില ആളുകളെ മോഡിക്കറിയാം. അദ്വാനി JPയുമായി യോജിച്ച് പ്രവർത്തിച്ചയാളാണ്. സുഷമ സ്വരാജ് അങ്ങനെയാണ്. ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ് ഇവരൊക്കെ വലിയ അധികാരത്തിൻ്റെ ആരോഹണങ്ങളിലേക്ക് എത്തിയത് JP പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ചാണ് എന്ന് നമുക്കറിയാം. എന്നിട്ടും RSS ഖഡ്ഗം ഉപയോഗിച്ച് അദ്വാനിയെ പിന്നിൽ നിന്ന് കുത്തിയത് നിതീഷ് കുമാറല്ല, മറിച്ച് മോദി തന്നെയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തന്നെയാണ് അദ്ദേഹം വിളംബരം ചെയ്തത് എന്ന് പറയാതെ വയ്യ. നിതീഷ് കുമാറിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന അദ്വാനി ജി ഇന്നലത്തെ ഈ മഹാറാലിയിൽ 100 കോടി റാലിയിൽ പങ്കെടുക്കുക ഉണ്ടായതും ഇല്ല എന്നതും പ്രസ്താവ്യമാണ്.